ഹായ്, വെൽക്കം ടു ഗോൾഡൻ വീൽസ്. ഇന്ന് ഞാനൊരു വീഡിയോ എടുക്കാൻ വന്നത് കാരൻസിൻ്റെ വീഡിയോ ആണ് എടുക്കാൻ വന്നത്. പക്ഷേ അതിൽ എടുക്കാൻ വന്ന വീഡിയോ പ്രസ്റ്റീജാണ്. പ്രസ്റ്റീജ് കാര്യം ഒരു വാല്യൂ ഫോർ മണി എന്നുള്ളൊരു ഓപ്ഷനിലാണ് ഞാൻ വന്നത്. പക്ഷേ അതേസമയം ഷോറൂമിൽ പുതിയൊരു വേരിയൻറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ആ വേരിയൻറ്റ് എന്താണ്, എങ്ങനെയാണ്, അതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം നോക്കാം. കാര്യം പ്രസ്റ്റീജിനേക്കാളും വർത്താണെന്ന് എനിക്ക് തോന്നി. സോ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. Cruising down the highway, windows down low. Sunset paints the sky in a fiery glow. Mountains rise up, touching clouds above. Valleys below, filled with whispers of love. On this road, every seed's a delight. From sunrise to starlight, day to night. Nature's canvas unfolding so grand. In this journey, we're living unplanned. City streets pulse with energy so bright. Neon signs flashing in the depths of night. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വന്നത് കിയ കാരൻസിൻ്റെ പ്രസ്റ്റീജാണ്. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പ്രീമിയം. അത് പ്രീമിയം ഓപ്ഷൻ എന്ന് പറയുന്ന വേരിയൻ്റാണ് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്. തൊട്ട് താഴെയുള്ള വേരിയൻ്റാണ് ഈ പ്രസ്റ്റീജിന്. അപ്പോൾ ഇതിൽ വരുന്നത് നോർമൽ രീതിയിൽ ഹാലജൻ ഹെഡ്ലാമ്പ്സ് ആണ് വരുന്നത്. അതുപോലെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഒരു മീൻസ് ഫ്രണ്ടിൽ വരുന്ന ഗ്രില്ല് പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നമുക്ക് നോർമൽ രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു സിൽവർ ലൈനിങ്ങും അതുപോലെ ഒരു ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അത് ഡമ്മിയാണ്, അത് വർക്കാവത്തില്ല. നോർമൽ രീതിയിൽ നമുക്ക് ഹാലജൻ ഹെഡ്ലാമ്പ്സ് പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫ്രണ്ടിൽ വരുന്നത്. പക്ഷേ ഇതൊന്നും അല്ല, ഇതിൻ്റെ മെയിനായിട്ടുള്ള അട്രാക്റ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ ഈ ഒരു വേരിയൻ്റ് അല്ല, നമ്മൾ ബേസ് വേരിയൻ്റ് തൊട്ട് ഈ ഒരു കാർസിന് വരുന്നത് ഓൾ വീൽ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ 195 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുപോലെ ഓൾ വീൽ ഡിസ്ക് ബ്രേക്കാണ്. നോർമൽ രീതിയിൽ കാണുമ്പോൾ റോഫ് റെയിൽസ് അങ്ങനെ ഒരു സംഭവം ഇല്ല, റോഫ് റെയിൽസ് വരുന്നില്ല. അതുപോലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് LED ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. ടയർ സൈസ് വരുമ്പോൾ 195, 65, R50 ആണ് വരുന്നത്. ടയർ നമുക്ക് അലോയ്സ് അല്ല വരുന്നത്. നോർമൽ രീതിയിലുള്ള വീൽ ക്യാപ്പ് സ്റ്റീൽ വീൽസുമാണ് വരുന്നത്. റെയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഡമ്മി കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആണ് കൊടുത്തേക്കുന്നത്. നോർമൽ രീതിയിൽ ഈ ഒരു ലൈറ്റ് ഫുൾ ഓപ്ഷനിലോട്ട് പോകുമ്പോഴത്തേക്കാണ് നമുക്ക് ആ ലൈറ്റിൻ്റെ ഇലുമിനേഷൻ വരുന്നത്. അതല്ലാതെ കണക്റ്റഡ് ടെയിൽ ലാംപ്സിൻ്റെ ആ ലുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവിടെ ബ്ലാക്ക് തന്നെയാണ് വരുന്നത്. നോർമൽ രീതിയിൽ ഇതിന് തൊട്ട് മീൻസ് പ്രസ്റ്റീജിലോട്ട് വരുമ്പോൾ അവിടെ സിൽവർ പെയിൻറ്റിംഗ് ആണ് വരുന്നത്. അതുപോലെ റിഫ്ലക്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്യാമറ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ക്യാമറ വരുന്നത്. ഇത് കിയ എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ് നോർമൽ രീതിയിൽ കൊടുത്തേക്കുന്ന ആ ഒരു സംഭവം നമുക്ക് വരുന്നത്. റെയർ വൈപ്പർ വാഷോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല. 5 സീറ്ററാണ് പറയുന്നതെങ്കിൽ പോലും എൻട്രി ലെവൽ SUV നമുക്ക് 4 പേർക്ക് നല്ല രീതിയിൽ ലോങ് ജേണിയിൽ കംഫർട്ടായിട്ടിരുന്ന് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ 4-ൽ കൂടുതൽ ആൾക്കാരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ, അതിൽ കൂടുതലോ അല്ലെങ്കിൽ ഒരു 7 പേര് വരുന്ന ഫാമിലി ആണെങ്കിൽ നമുക്ക് സുഖമായിട്ടും ഈ ഒരു കാരൻസ് എന്നുള്ള വാല്യൂ ഫോർ മണിയാണ്. ആ ഒരു SUV കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ലോങ് ജേണി വേണമെങ്കിലും പോകാൻ പറ്റും. കാര്യം ഒന്ന് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ്. അതുപോലെ നമ്മൾ SUVയിൽ പോകുമ്പോൾ ഒരു ബോഡി റോൾ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ ഒരു കാരൻസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ബോഡി റോൾ ഫീൽ ചെയ്യത്തില്ല. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഈ ബാക്കിൽ നമ്മൾ ആ 2 സീറ്റ് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. പക്ക ഫ്ലാറ്റായിട്ടാണ് ആ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത്. യാതൊരു തടസ്സവും ഇല്ലാതെ ഫ്ലാറ്റായിട്ട് ആ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഈ ഫ്ലാറ്റായിട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു ബൂട്ട് സ്പേസ് 480 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എൻട്രി ലെവൽ SUV എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർ ഈ ഒരു കാരൻസ് കൂടി കണ്ടിട്ട് എടുക്കണം. കാര്യം വീട്ടിൽ ഇപ്പോൾ ഒരു 4 പേര് ഉണ്ടെങ്കിൽ ഓക്കെ, അതിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ 5 പേർക്ക് യാത്ര ചെയ്യാൻ കംഫർട്ടായിട്ട് ആ ഒരു പ്രൈസ് വെച്ച് നമുക്ക് വർത്താണ് ഒരു 7 സീറ്റർ എന്ന് പറയുന്നത്. Cruising down the highway, windows down low. Sunset paints the sky in a fiery glow. Mountains rise up, touching clouds above. Valleys below, filled with whispers of love. On this road, every seed's a delight. From sunrise to starlight, day to night.
bold and so grand. In this journey we're living unplanned. City streets pulse with energy so bright. Neon signs flashing in the depths of night. Skyscrapers stand tall, reaching for the sky. As we pass by, with dreams flying high. No maps, no plans, just an open road. Wherever it leads, we'll happily go. Each sight, each sound, a memory to keep in this adventure. ഇവിടുത്തെ ഒരു എക്സിക്യൂട്ടീവിനെ പരിചയപ്പെടാം. പേര് പറഞ്ഞു. ഹായ്, എൻ്റെ പേര് ആനന്ദ്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഈ ഒരു ഓപ്ഷൻ വന്നിട്ട് എത്ര നാളായി? ഇത് 1 month ആവും. 1 month ആവും. ഒരു ഓപ്ഷൻ വന്നിട്ട് 1 month ആവും. അതിൽ തന്നെ ഇതിൽ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒന്ന് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? സ്റ്റിയറിംഗ് മൗണ്ട്, റോളിംഗ് കൺട്രോൾസും ആ ഒരു കൺട്രോൾസ് എല്ലാം ഇപ്പം ഈ ഒരു സംഭവത്തിൽ വന്നിരിക്കുന്നത്. ഈ ഫീച്ചേഴ്സ് തൊട്ടാണ് ആഡ് ആയിട്ടുള്ളത്. ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം ഇപ്പം വന്നിരിക്കുന്നതാണ്. ഓക്കെ, പിന്നെ എന്താണ് അഡീഷണൽ വന്നിരിക്കുന്നത്? അഡീഷണൽ ഷാർഫിൻ ആൻറ്റിന വന്നിട്ടുണ്ട്. ഷാർഫിൻ ആൻറ്റിന നേരത്തെ ഇല്ലായിരുന്നു. കാര്യം നമുക്ക് പ്രീമിയം എന്ന് പറഞ്ഞാൽ ബേസ് മോഡൽ വണ്ടിയാണ്. ഇപ്പൊ ആ ബേസ് മോഡൽ എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. ടച്ച് സ്ക്രീൻ ഇതെല്ലാം നമുക്ക് എനിക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ നോർമൽ രീതിയിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ഇതേപോലെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് കമ്പനി തന്നെ ആ ഒരു നമുക്ക് പുറത്തുനിന്ന് ചെയ്യണം കാട്ടി ബഡ്ജറ്റിൽ വരുന്ന ഇപ്പൊ ഈ ഒരു ഫ്രണ്ട് ഡാഷ്ബോർഡ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് നോർമൽ രീതിയിൽ നമ്മൾ കാണുന്ന ആ ഒരു കാറിനെ അപേക്ഷിച്ച് ഇതൊരു പ്രൈസ് വരുന്നത് 10,90,000 രൂപയാണ് പ്രൈസ് വരുന്നത്. എക്സ്ഷോറൂം പ്രൈസ് 10,90 വരുന്ന സമയത്ത് നമുക്ക് ആ ഫ്രണ്ട് ആ ഡാഷ്ബോർഡിന്റെ ഫിനിഷ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. നോർമൽ രീതിയിൽ തട്ടിക്കൂട്ട് ഫിനിഷ് ഒന്നുമല്ല ചെയ്തിരിക്കുന്നത്. അതുപോലെ സ്റ്റിയറിംഗ് മൗണ്ട്, റോളിംഗ് കൺട്രോൾസ് അതെല്ലാം നമുക്ക് ഇതിന്റെ തന്നെ സോണറ്റിലൊക്കെ വരുന്ന ആ ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. സെയിം ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കീ എടുത്തതിന് നമുക്ക് കീ മിക്കൊന്നിലും പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ള കീ കാണത്തില്ല. ഇതിൽ ഫോൾഡബിൾ കീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോൾഡബിൾ കീസാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 2 ഫോൾഡബിൾ കീ ആണ്, അല്ലാതെ നോർമൽ രീതിയിൽ ഒന്ന് ആളിനെ എറിയാനുള്ളതും അങ്ങനെ ഉള്ള രീതിയിലൊന്നുമില്ല. നല്ല രീതിയിലുള്ള കീ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്രണ്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഡാഷ്ബോർഡ് ആയാലും അതിൻ്റെ MID ഡിസ്പ്ലേ ഈ കാര്യങ്ങളെല്ലാം സെക്കൻഡ് ഓപ്ഷൻ ആണെങ്കിലും ആ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചേഞ്ചസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. 8 ഇഞ്ച് ആൻഡ്രോയിഡ് ഓട്ടോ, അതുപോലെ ആപ്പിൾ കാർപ്ലേ, ഈ ഒരു സംഭവം എല്ലാം അതിൽ വരുന്നു. എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആണ് വരുന്നത്. ഈ ഒരു കാറിൽ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് തൈ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പക്കായിട്ടുള്ള ഒരു തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതല്ലാതെ ലെഗ് റൂം നല്ല രീതിക്കുള്ള ലെഗ് റൂം ഉണ്ട്. കാര്യം എൻ്റെ ഹൈറ്റ് എന്താണോ ആ ഹൈറ്റിൽ ഫ്രണ്ടിൽ ഒരാൾ ഇരുന്ന ആ രീതിയിലാണ് ഈ ഒരു സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ സീറ്റിൽ അറേഞ്ച്മെൻറ്റിലാണ് ഈ ഒരു ഫ്രണ്ടിൽ ഇത്രയും ഒരു ലെഗ് റൂം വരുന്നത്. അതുപോലെ റീഡിംഗ് ലാംപ്സ് ഫസ്റ്റ് റോ, സെക്കൻഡ് റോ ആൻഡ് തേർഡ് റോയിലും റീഡിംഗ് ലാംപ്സ് വരുന്നുണ്ട്. AC വെൻസും 3 വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഹൂക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. കർട്ടൻസ് ഈ ഒരു സംഭവമാണ്, കർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ മിഡിലിൽ വരുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റും. ഫ്ലാറ്റ് ഫ്ലോറാണ് വരുന്നത്. നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ ഒരു ഹമ്പോ വേറെ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്ലാറ്റ് ഫ്ലോറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ ആ പണ്ടത്തെ ഒരു ഇന്നോവ ഉണ്ടല്ലോ, ഇന്നോവയിൽ വരുന്ന ആ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്നോവ 2.5 ലിറ്റർ എഞ്ചിനാണ്. അതിൻ്റെ ക്രെഡിബിലിറ്റി ഒന്നും നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിലും നമ്മൾ ഈ ഒരു സംഭവത്തിൽ ഇപ്പോഴത്തെ കംഫോർട്ടും അതുപോലെ തന്നെ പ്രൈസും കൊടുക്കുന്നതിന് വർത്താണോ എന്നുള്ളതാണ് പല കാറുകളിലും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം. ഇവിടെ 2 സീപോർട്ട് ചാർജിങ്ങാണ് വരുന്നത്. അതുപോലെ AC വെൻസിൻ്റെ കൺട്രോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. AC വെൻസ് എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡ് റോയും തേർഡ് റോയും കൺട്രോൾ ഇവിടെ നിന്നാണ് പോകുന്നത്. പിന്നെ അതുപോലെ ചെറിയൊരു പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാഗസിൻ ഹോൾഡേഴ്സ് 2 സീറ്റിലും ഉണ്ട്. നമുക്ക് ലാപ്ടോപ്പോ അല്ലെങ്കിൽ മാഗസീനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബാക്ക് സീറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. ഈ ബാക്ക് സീറ്റിൽ ഇപ്പോൾ എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളത്. ആ സീറ്റ് ഒന്ന് ചെയ്തോ, അഡ്ജസ്റ്റ് ചെയ്തോ. കണ്ടോ, ആ സീറ്റിൻ്റെ ഈ ഒരു സംഭവം അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. നമ്മൾ ഇരിക്കുന്ന പൊസിഷനും അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. അതുപോലെ ചാരി ഇരിക്കുന്ന പൊസിഷനും അഡ്ജസ്റ്റ് ആവുന്നുണ്ട്. അതിൻ്റെ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആ ഒരു തൈ സപ്പോർട്ട് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലാണ് ആ ഒരു സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിൽ നമുക്കൊരു ലോങ് ഡ്രൈവ് പോകുന്ന സമയത്ത് ബാക്കിൽ 2 പേര് നന്നായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിലെ ഈ ഒരു സീറ്റ് നമുക്ക് 2 സൈഡിൽ നിന്നും കയറാൻ പറ്റുന്ന രീതിയിലും എക്സിറ്റ് നമുക്ക് ബാക്കിൽ ഇരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഡ്രൈവർ സൈഡിന് ഓപ്പോസിറ്റ് മാത്രമേ പറ്റത്തുള്ളൂ. കാര്യം
മിക്കവാറും ഡ്രൈവർ സൈഡിൽ നിർത്തുന്ന റോഡിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്ഥലത്ത് നമുക്ക് 1 ടച്ച് ഫോൾഡബിൾ സീറ്റ്സാണ് വരുന്നത്. നമുക്ക് ബാക്കിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഈ ഒരു സീറ്റിൽ എനിക്ക് ആരെയും ഒരു സഹായം വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങി വരാൻ അറിയാം എന്നുള്ള രീതിയിലായിരിക്കും ആ ഒരു സീറ്റ് വരുന്നത്. 1 ടച്ച് ഫോൾഡിങ് സീറ്റ്സാണ് വരുന്നത്. 2 സൈഡിലും നമുക്ക് ഓപ്പൺ ചെയ്ത് കയറാനുള്ള സൗകര്യം സീറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ക്യൂ ആയിട്ട് നിന്ന് കയറേണ്ട ഒരു ആവശ്യമില്ല. സീറ്റ്സ് എല്ലാം ലെതറൈറ്റ് സീറ്റ്സാണ് വരുന്നത്. ഈ ഒരു പ്രീമിയം വേരിയൻറ്റ് ഫുൾ ലെതറൈറ്റ് സീറ്റ്സാണ് വരുന്നത്. അതുപോലെ ഇൻറ്റീരിയർ എനിക്ക് കണ്ടിട്ട് ഈ പറയുന്ന പോലെ ഇൻറ്റീരിയറിൽ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അതുപോലെ പ്രൈസ് വരുന്നത് 10.9 lakhs ആണ് എക്സ്-ഷോറൂം വരുന്നത്. ആ ഒരു പ്രൈസിങ്ങിൽ എന്തായാലും ഈ ഒരു പ്രൈസിങ്ങിൽ വർത്താണ്. അതുപോലെ മൈലേജ് വരുന്നത് ഒരു 17 മൈലേജാണ് നോർമൽ രീതിയിൽ പറയുന്നത്. എഞ്ചിനിലേക്ക് വരുമ്പോൾ ഈ ഒരു കാറ് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇൻസുലേഷൻ അവൈലബിൾ അല്ല. കമ്പനി പറയുന്ന നോർമൽ രീതിയിൽ NVH ലെവൽസ് കുറവാണ്. ഇൻറ്റീരിയറിലേക്ക് നല്ല രീതിയിലുള്ള ഇൻസുലേഷൻ ഉള്ളത് കാരണം നോയ്സ് വരത്തില്ല. നോർമൽ രീതിയിൽ പെട്രോളിന് ഇൻസുലേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഈ ഒരു കാറിന് ഡീസൽ എഞ്ചിൻ മാനുവൽ ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത് പ്രീമിയം ഓപ്ഷനിൽ മാനുവൽ 1.5 ലിറ്റർ 6 സ്പീഡ് പെട്രോളാണ് എടുത്തേക്കുന്നത്. അതല്ലാതെ ഇതിൽ ഡീസൽ വരുന്നുണ്ട്. 1.5 ലിറ്റർ തന്നെയാണ്. ഡീസൽ വരുമ്പോൾ എക്സ്-ഷോറൂം 1291 വരുന്നത്. ഇത് വരുമ്പോൾ 1090 വരുന്നത്. ഏകദേശം 2 ലക്ഷം രൂപയുടെ ഡിഫറൻസ്. ഇപ്പം നമ്മൾ കണ്ടത് നിങ്ങൾക്ക് ഒരൊറ്റൊരു കോമ്പറ്റീഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കിയിട്ട് മാർക്കറ്റിൽ XL6 ഇല്ലാന്നുണ്ടെങ്കിൽ എർട്ടിക്ക, ഈ മാരുതിയായിട്ടാണ് ഡയറക്റ്റ് കോമ്പറ്റീഷൻ വരുന്നത്. ഈ ഒരു കോമ്പറ്റീഷൻ വരുമ്പോഴത്തേക്കും കസ്റ്റമേഴ്സ് എന്തെങ്കിലും സംസാരിക്കാറുണ്ട് ഈ കോമ്പറ്റീഷനെ പറ്റി. അത് പ്രൈസ് ലെവലിൽ ഞാൻ നോക്കിയിട്ട് ഏകദേശം 10-15 രൂപ വ്യത്യാസം വരുന്നുള്ളൂ. അതല്ലാതെ എൻ്റെ ഒരു വിശ്വാസം ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും ബാക്കിലിരിക്കുന്ന സീറ്റ് അഡൽട്ടിന് ഒരു 165 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരാൾക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. അതല്ലാതെ വേറെ എന്താണുള്ളത്? നമുക്ക് മാരുതിക്ക് ഡീസൽ എഞ്ചിനില്ല, നമുക്ക് ഡീസൽ എഞ്ചിനുണ്ട്. ഓക്കെ. അപ്പോൾ തന്നെ അതിനകത്ത് എന്ന് പറഞ്ഞാൽ ടാക്സി പർപ്പസിന് നല്ല രീതിയിൽ സുഖമായിട്ട് എടുക്കാം. ഓക്കെ. ടാക്സി വഴി ഇപ്പോൾ ആൾക്കാർ ടൂറിസ്റ്റ് പാക്കേജ് ആൾക്കാർ ഇഷ്ടംപോലെ എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് മീൻസ് എത്ര മൈലേജാണ് പറയുന്നത്? സെയിം ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ആവറേജ് പെട്രോൾ എന്ന് പറഞ്ഞത് ഒരു 17 കിട്ടുന്നതാണ്. നോർമലി കമ്പനി പറയുന്നത് 20 മൈലേജാണ് കമ്പനി പറയുന്നത്. ഓക്കെ. ഡീസൽ ആവുന്ന സമയത്ത് കാര്യം ടാക്സി പർപ്പസിന് ആൾക്കാർ ഡീസലായിരിക്കും കുറച്ചും കൂടെ അവർക്ക് വാല്യൂ ഫോർ മണിയും മെയിൻറ്റെയിൻ ഇതൊക്കെ വരും. മനസ്സിലായി. അപ്പം ഇതാണ് ഇതിൽ വരുന്നത്. അതുപോലെ ഓൾ വീൽ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ബ്രേക്കിംഗ് കുറച്ചുകൂടെ പവർഫുൾ ആയിരിക്കും. മാരുതിക്ക് ഓൾ വീൽ ഡിസ്ക് ബ്രേക്ക് വരുന്നില്ല. ഫ്രണ്ട് 2 ഡിസ്ക് ബ്രേക്കും ബാക്കി ഡ്രമ്മാണ് വരുന്നത്. നമുക്ക് ഓൾ വീൽ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. നമുക്ക് ബേസ് മോഡിലോട്ട് 6 എയർ ബാഗ് ഉണ്ട്. ഓക്കെ. മാരുതിക്ക് അവർക്കിപ്പം 6 ആയിട്ടില്ല. അവർക്ക് 4 എയർ ബാഗ്സ് ഉള്ളൂ. അവർക്ക് ടോപ്പിലാണ് 4 എയർ ബാഗ് വരുന്നത്. നമുക്ക് ബേസ് മോഡിലോട്ട് 6 എയർ ബാഗ്. അപ്പോൾ നിങ്ങൾക്ക് ബേസ് മോഡലിലോട്ട് 6 എയർ ബാഗ്സ് ആണ് വരുന്നത്. അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പ്രസ്റ്റീജ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്ന പ്രീമിയം ഓപ്ഷൻ എന്നുള്ള മോഡലാണ്. അത് വന്നിട്ട് 1 മാസം ആവുന്നുള്ളൂ. വാല്യൂ ഫോർ മണി എന്നുള്ള രീതിയിൽ പ്രസ്റ്റീജിലോട്ട് പോകുമ്പോൾ നമുക്ക് ആകെ വരുന്നത് ക്ലൈമറ്റ് കൺട്രോൾ AC എന്നുള്ള രീതിയിൽ മാത്രമാണ് അതിലൊരു വ്യത്യാസം നമുക്ക് തോന്നിക്കുന്നത് നോർമൽ രീതിയിൽ. അത് വെച്ച് നോക്കുമ്പോൾ വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന ഒരു കാർ ഇത് തന്നെയായിരിക്കും. പിന്നെ നിങ്ങളുടെ ചോയ്സാണ് ഏത് കാർ എടുക്കണമെന്നുള്ളത്. നോർമൽ രീതിയിൽ എൻട്രി ലെവൽ SUV എടുക്കുന്ന ആൾക്കാർക്ക് വീട്ടിൽ ഫാമിലി മെമ്പേഴ്സ് ഒരു 4 പേര് കൂടുതലാണെങ്കിൽ ഈ ഒരു കാറ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.